ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യത്തെ ദിവസം ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു. ഇതിൽ ഒരു ഗെയിം പ്ലാൻ കൊണ്ടുവന്ന് കളിച്ച സിജോയും റോക്കിയും അവരെ തന്നെ ഗെയിം ചേഞ്ച് ചെയ്ത് ശ്രീരേഖ അർജുനെ ക്യാപ്റ്റൻ ആക്കുന്നു. അർജുൻ ക്യാപ്റ്റനായി ആ ക്യാപ്റ്റൻസി പവർ അർജുൻ ഉപയോഗിക്കാൻ കഴിഞ്ഞു. പവർ ടീമിലേക്ക് അതായത് ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ആലോചിച്ച് ചിന്തിച്ച് ബുദ്ധിപരമായി തന്നെയാണോ അർജുൻ ആൾക്കാരെ കൊടുത്തത്? അർജുന് അത് ഉപയോഗപ്പെടുമോ? അത് മാത്രമല്ല, നോമിനേഷനിൽ ബുദ്ധിപരമായി തന്നെയാണോ ഈ നമ്മുടെ ഇവിടുത്തെ ഗെയിമേഴ്സ് കളിച്ചത്? ഈ ആഴ്ച ആരെങ്കിലും ഔട്ടാകുമോ? ഒരാളോ ഒന്നിൽ കൂടുതൽ പേര് ഔട്ടാകുമോ? എവിക്ഷൻ നടക്കുമോ ഇല്ലയോ? വീട്ടിൽ 2 ഗ്രൂപ്പുകളുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ മികച്ച രീതിയിൽ ഗെയിം പ്ലാനുകൾ നടത്തി സ്ട്രാറ്റജീസ് മുന്നിലേക്ക് കൊണ്ടുവന്ന കളിക്കാർ ആരൊക്കെയാണ്? പ്രേക്ഷകർക്ക് ഒരു ഇംപ്രഷൻ തോന്നിയ കളിക്കാർ ആരൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ലൈവിനകത്താണ് വളരെ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ടും ഓരോരുത്തരുടെ ഗെയിം പ്ലാനുകൾ അറിയണമെങ്കിൽ സത്യം പറഞ്ഞാൽ ലൈവ് കാണണം. അതുകൊണ്ട് ലൈവ് അപ്ഡേറ്റ് എല്ലാവരും ഫോളോ ചെയ്യുക. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എപ്പിസോഡിൽ വളരെ ചുരുക്കി എല്ലാം കട്ട് ചെയ്താണ് എല്ലാം കാണിച്ചിരിക്കുന്നത്. കാര്യം ഒരുപാട് കണ്ടന്റ് ഉണ്ട്, കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയാണ്. ഇന്ന് നോമിനേഷനും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് രതീഷ്. രതീഷിന്റെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ രതീഷ് ഇവിടെ വില്ലനാവാൻ തന്നെ വന്നേക്കുന്നതാണ് ഇന്ന് ലൈവിൽ പറഞ്ഞേക്കുന്നത്. മാത്രമല്ല കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി തന്നെ വന്നേക്കുന്നതാണ്. അതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടന്റ് പല കാര്യങ്ങളിലും പുള്ളിക്കാരൻ അറിയാം. ജാൻമണി അതിനകത്ത് അറിയാതെ പറഞ്ഞു പോയതാണ്, നിഷാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്നാലും പുള്ളിക്കാരൻ അറിയാം പല കാര്യങ്ങളും, അവർ പാവങ്ങളാണ്. പക്ഷേ കുറച്ച് ആ കളിക്കാരിൽ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ ഗെയിം കളിച്ച് അവരെ വീക്ക് പോയിന്റ് പുറത്തേക്കിട്ട് അവിടെ സ്കോർ ചെയ്യാൻ നോക്കുന്ന ആളാണ് നമ്മുടെ രതീഷ്. അത് രതീഷ് പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം പോലും എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, 99 ദിവസം എനിക്ക് ബാക്കിയുള്ളൂ, എനിക്ക് കളിച്ചേ പറ്റൂ, ഞാൻ ബിസിനസ് ഇട്ട് വന്നതാണ്, എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ, ഞാൻ വില്ലൻ ആയിക്കോളാം എന്ന് പറഞ്ഞ് തന്നെയാണ് രതീഷ് ഇവിടെ കളിക്കുന്നത്. ഇവിടെ ജാൻമണിയുടെ കാര്യത്തിൽ ഇന്ന് സിഗരറ്റിന്റെ ഒരു വിഷയം നടന്നു. അതിനകത്ത് ജാൻമണി ചെയ്തത് ഒരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. കാര്യം റൂളിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗ്യാസിന്റെ അതായത് സ്റ്റൗവിൽ നിന്ന് നേരിട്ട് സിഗരറ്റ് കത്തിക്കാൻ പാടില്ല, വീടിനകത്ത് ഒന്നുമേ കത്തിക്കാൻ പാടില്ല. അത് റൂൾ ബ്രേക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തെ ഇവിടെ രതീഷ് ഉപയോഗിച്ച് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി ഭയങ്കരമായ രീതിയിൽ ഓവറായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ജാൻമണിയോട്. ജാൻമണി അവിടെ തിരിച്ചും പൊട്ടിച്ചെറിച്ചു, രതീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചും പൊട്ടിത്തെറിച്ചു. ഈ സ്പേസ് ഈ ഒരു രതീഷിൻ്റെ ഓവറായിട്ടുള്ള പൊട്ടിത്തെറിക്കൽ ഉപയോഗിച്ചു സിജോ അവിടെ രതീഷിനെതിരെ കളിക്കാൻ തുടങ്ങി ജാൻമണിയുടെ കൂടെ നിന്നിട്ട്. ജാൻമണി അതിനെ ഒരു മൈക്കിൽ തന്നെയാണ് ആദ്യം ഭാ എന്നൊക്കെ വിളിച്ചു. രതീഷും തിരിച്ച് അനുകരിക്കുന്ന പോലെ ഭാ എന്ന് കാണിക്കുകയും ചെയ്തു. ഭാ എന്നിട്ട് നമ്മുടെ ജാൻമണിയും വിളിച്ചു. അപ്പോൾ അവസാനം ജാൻമണി കരഞ്ഞാണ് അത് നിർത്തിയത്. അത് രതീഷും ജാൻമണിയും കൂടെ അവസാനം പറഞ്ഞ് സോൾവ് ആക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ രതീഷ് സിജോയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന് തുടക്കം കുറിക്കുകയാണ് ഇതിനകത്ത്. ഇനി ഇവിടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരാം. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടാസ്ക് തന്നെയായിരുന്നു. ഹീറോ എന്ന് പറഞ്ഞ ടാസ്ക് മാക്സിമം ബോൾ കളക്ട് ചെയ്യുക. ഇതിനകത്ത് സിജോയും റോക്കിയും കൂടെ നല്ലൊരു ഗെയിം പ്ലാൻ തന്നെ അവരുടെ രീതിയിൽ, അത് ഫെയർ ആയിക്കോട്ടെ അൺഫെയർ അൺഎത്തിക്കൽ ഗെയിമാണ്. കാര്യം ഗ്രൂപ്പ് കളിച്ചാണ്, അവർ ഒത്തു കളിച്ചാണ് ഈ ടാസ്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നമുക്ക് ഓരോരുത്തർ പോയിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ടാസ്ക് ജയിക്കാം. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലും ഈ ടാസ്ക് കളിക്കാം. നമുക്ക് വളരെ ഒന്നുമില്ല, വേറെ ഒരു ഒത്തുകളിയില്ല. പക്ഷേ ഇന്ന് അവരത് അങ്ങനെ കളിച്ചുകൊണ്ടാണ് ഇത്രമാത്രം കണ്ടന്റ് കിട്ടിയത്, ഇത്രമാത്രം കളികൾ ഉണ്ടായത്, ഇത്രയും പേർക്ക് അതിനകത്ത് ഇൻവോൾവ് ആവാൻ കഴിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് സിജോ കളിച്ചത് ഒരു അൺഎത്തിക്കൽ ഗെയിമാണ്. പക്ഷേ അൺഎത്തിക്കലോ എത്തിക്കലോ ആയിക്കോട്ടെ, അവർ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കളിച്ചത്. അത് നമുക്ക് തെറ്റാണെന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്ത രതീഷ് ആയിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ ഇത് ക്വസ്റ്റ്യൻ ചെയ്തു. തെറ്റാണ്, അപ്സര പറഞ്ഞു ഇത് തെറ്റാണ്, സിജോയുടെ ഗെയിം പ്ലാൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കൂടി അവസാനം ക്യാപ്റ്റൻ ആയത് ഈ ഒരു ഗെയിം പ്ലാനിനെ അനുകരിച്ച് തന്നെയാണ്. ഇത് തന്നെയാണ് അവരും കളിച്ചത്. അല്ലെങ്കിൽ ഇവരിത് കളിക്കാൻ പാടില്ലായിരുന്നു. ഇവർ പെർഫെക്റ്റ് ആയിട്ട് ഫെയർ ആയിട്ട് ഇവർ കളിക്കണമായിരുന്നു. പക്ഷെ ഇവർ കളിച്ചില്ല. ശ്രീരേഖയുടെ കയ്യിലുള്ള ബോൾ മൊത്തം അർജുന് കൊടുത്തിട്ട് തന്നെയല്ലേ അർജുനും ക്യാപ്റ്റൻ ആയത്. അപ്പോൾ സിജോയുടെ ഗെയിം തന്നെയല്ലേ ഇവർ അനുകരിച്ചത്. അപ്പോൾ അതിനെ ഇവർ അൺഫെയർ ആയിട്ട് ഇവർ വിളിച്ചിട്ട് ഇവർ പറയണതിൻ്റെ ആവശ്യം എന്താണ്? ഇവരും അത് തന്നെയല്ലേ ചെയ്തത്. ഒന്നെങ്കിൽ ഇവർ അൺഫെയർ ആയിട്ട് അവർ അതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ ഫെയർ ആയിട്ട് കളിക്കണമായിരുന്നു. ഇത് ഇവർ ഫെയർ ആയിട്ട് കളിച്ചില്ല. അപ്പോൾ അവിടെ ഈക്വലായി. ശരിക്കും പറഞ്ഞാൽ സിജോയുടെ ഗെയിം പ്ലാൻ അവിടെ എല്ലാവർക്കും അവിടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി. പ്രേക്ഷകരിൽ സിജോയുടെയും റോക്കിയുടെയും ഗെയിം പ്ലാൻ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയ വേറൊരാളാണ് ജാസ്മിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം എടുത്തിട്ടത്.
എടുത്തിട്ട് ഇവിടെ ഒരു പ്രശ്നമാക്കി മാറ്റി അതൊരു കണ്ടന്റാക്കി അതൊരു ഗെയിമാക്കി അതൊരു എന്റർടൈൻമെന്റ് ഫാക്ടറാക്കി മാറ്റിയത് ജാസ്മിനാണ്. ജാസ്മിൻ തുടങ്ങി രതീഷ് അത് ഏറ്റെടുത്തു. അവിടെ വഴക്കായി പ്രശ്നങ്ങളായി. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇടപെടുന്നതും. പിന്നെ അവിടെ ശ്രീരേഖ ഗെയിം ചേഞ്ചറായിട്ട് മാറി. ശ്രീരേഖയ്ക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റി. കാര്യം എന്തെങ്കിലും നമുക്കൊരു ഓർത്തിരിക്കാനുള്ള സംഭവം വേണമല്ലോ. നമ്മളവിടെ ഒരു ശ്രീരേഖ അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ റോക്കി ക്യാപ്റ്റൻ ആയേനെ. ശ്രീരേഖയ്ക്ക് അവിടെ ഒന്നും ഒരു ഗെയിം കളിക്കാനോ ഒന്നും ഉള്ള അവസരം ശ്രീരേഖ കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രീരേഖ വിചാരിച്ച് ഗെയിം ചേഞ്ചർ ആവാം, ഞാനാവാം ഗെയിം ചേഞ്ചർ. കാര്യം എന്തെങ്കിലും ഒരു മാറ്റമോ അല്ലെങ്കിൽ എന്നെക്കാട്ടിയും നല്ലതാണ് അർജുൻ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കഴിഞ്ഞാൽ സെക്കൻഡ് അർജുനാണ് എന്ന് ലൈവിൽ ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു. സോ ശ്രീരേഖ അവിടെ അർജുന് കൊടുത്തു. അതിലെനിക്കൊരു ഇതായിട്ട് തോന്നില്ല. പുള്ളിക്കാരുടെ ഗെയിം കളിച്ച് വളരെ ഗെയിം ചേഞ്ചറായി. അങ്ങനെ സത്യം ഈ റോക്കിയോടുള്ള ദേഷ്യം സത്യം പറഞ്ഞാൽ ഈ റോക്കിയോട് ഒരുപാട് പേർക്ക്, അതായത് വീട്ടിലുള്ള പകുതി ആൾക്കാർക്കും ദേഷ്യം ഉണ്ടായിരുന്നു. കാര്യം റോക്കിയുടെ ഒരു ഇടപെടൽ, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ഇടപെടലും ബിഹേവിയറും ഒക്കെ കുറച്ച് അതിന് വിട്ടുപോകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റോക്കിയുടെ ആ സംസാര രീതി ഇഷ്ടപ്പെടാതെയാണ് ഒരുപാട് പേര് റോക്കിക്കെതിരായത് വീട്ടിനകത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിച്ച എന്താണ്, അർജുൻ ക്യാപ്റ്റൻ ആവണമെന്നോ അല്ലെങ്കിൽ ശ്രീരേഖ ക്യാപ്റ്റൻ ആവണം എന്നാണ്. അത് ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവസാനം കൊണ്ടുപോയിട്ട് അർജുൻ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. അത് ഭയങ്കരമായ ഒരു ഒട്ടും അപ്രതീക്ഷിതമായിരുന്നു. ഇനി അർജുൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് വരാം. അർജുൻ ഈ ക്യാപ്റ്റൻസി ഉപയോഗപ്പെടുത്തിയോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അർജുൻ ഈ ക്യാപ്റ്റൻസി ഉപയോഗപ്പെടുത്തിയിട്ട് തോന്നില്ല. കാര്യം അർജുന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം അർജുൻ്റെ കയ്യിൽ കൊണ്ട് ബിഗ് ബോസ് വെച്ചു കൊടുത്തു. അതായത് കുറച്ച് പേര്, അതായത് 6 പേരെ അർജുന് തിരഞ്ഞെടുക്കാം ബിഗ് ബോസിലേക്ക്, ബിഗ് ബോസിന്റെ പവർ റൂമിലേക്ക്. അപ്പോൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ വളരെ ബിഗ് ബോസ് നേരത്തെ പറഞ്ഞാണ് ഒരു ടീമായിരിക്കും, കിച്ചൺ ടീം, വെസൽ ടീം, അതേപോലെ ഫ്ലോർ ടീം, ബാത്റൂം ടീം. ഇതിൽ ഒരു ടീം, മൊത്തത്തിലുള്ള ഒരു ടീമായിരിക്കും പവർ റൂമിലേക്ക് വരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. അർജുന ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഈസി ആയിട്ട് ആദ്യം തന്നെ ശ്രീരേഖയെ ഉൾപ്പെടുത്തിയിട്ട് അർജുന ഒരു ടീം എടുക്കാമായിരുന്നു. ശ്രീരേഖ, അതായത് കിച്ചൺ ടീം അർജുന തന്നെ ഡെവലപ്പ് ചെയ്യായിരുന്നു. ശ്രീരേഖ അർജുനെ ഇഷ്ടപ്പെട്ട് അർജുൻ അവിടെ ഗെയിം കളിക്കാമായിരുന്നു. അർജുൻ അവിടെ ഗെയിം കളിക്കാതെ വെറുതെ ഒന്ന് ശ്രീരേഖയെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ തോന്നുന്ന പോലെ കുറച്ച് പേര് അവരാണ് പിന്നെ സെലക്ട് ചെയ്തത്. അവിടെ വീട്ടിലുള്ള യമുനയും ഗബ്രിയും ഒക്കെ വളരെ ബുദ്ധിപരമായിട്ട് അവർക്ക് മനസ്സിലായി ശ്രീരേഖയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അർജുൻ ശ്രീരേഖയുടെ ടീമിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അങ്ങനെ അവർ രണ്ടൊരു ബുദ്ധിപരമായിട്ട് പതുക്കെ കിച്ചൺ ടീമിലേക്ക് നീങ്ങുകയും ചെയ്തു. അത് ലൈവിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. എപ്പിസോഡിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. കാര്യം അത് ലൈവിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അത് യമുനയും ഗബ്രിയും ഒക്കെ വളരെ ബുദ്ധിപരമായിട്ട് പതുക്കെ ശ്രീരേഖയുടെ കൂടെ നിന്ന് അവർ പവർ ടീമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളിലും പവർ ടീമിന് ഭയങ്കര പവർ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ അർജുന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുദ്ധിപരമായിട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് യൂസ് ചെയ്തതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാണ് അർജുൻ്റെ കാര്യം. ഇനി അടുത്ത നോമിനേഷൻ്റെ കാര്യം. ഇന്ന് നോമിനേഷൻസ് 8 പേര് നോമിനേറ്റഡ് ആയി. അപ്പോൾ നമ്മൾ പേടിച്ചിരുന്നു ഇവരെല്ലാവരും കൂടെ രതീഷിനെ നോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റോക്കിയെ നോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സിജോയെ നോമിനേറ്റ് ചെയ്യും, പിന്നെ ഒരാളും കൂടെ ഉണ്ടാവും, എല്ലാവരും കൂടെ ഇവരുടെ പേരായിരിക്കും പറയുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ ബുദ്ധിപരമായി കളിച്ചെന്ന് വേണം പറയാൻ വീട്ടുകാർ. കാര്യം വീക്കായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഭാഗ്യമായെന്ന് വേണം പറയാൻ. 8 പേരാണ് നോമിനേറ്റഡ് ആയത്. റോക്കി ഓൾറെഡി പവർ റൂമിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ക്യാപ്റ്റന്, അതായത് ബാക്കിയുള്ള ഇപ്പം റൂം കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ക്യാപ്റ്റന് പങ്കെടുക്കാം. പവർ റൂമിലെ ആൾക്കാരുടെ കൂടെ ഉള്ള പവറുണ്ട്. പക്ഷേ നോമിനേഷന് ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റൻ മാറി നിൽക്കെന്ന് പറഞ്ഞു. പവർ റൂമിലെ ആൾക്കാർ മാത്രം ചേർന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. ക്യാപ്റ്റൻ അത് അർജുനോട് മാറി നിൽക്കാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല, ഞാൻ കണ്ടു. അർജുനോട് ലൈവിൽ മാറി നിൽക്കാൻ പറഞ്ഞു. അവർ ബാക്കിയുള്ളവരാണ് റോക്കിയെ തിരഞ്ഞെടുത്തത്. അതായത് ഒരു നോമിനേഷൻ പവർ റൂമിനുള്ള ആൾക്കാർക്കുള്ളതാണ്. അപ്പം അവർ റോക്കിയെ തിരഞ്ഞെടുത്തു. അത് നല്ലതായി. കാരണം ഞാൻ അല്ലെങ്കിൽ എല്ലാവരും കൂടെ റോക്കിയുടെ പേര് തന്നെ നോമിനേഷനിൽ പറയായിരുന്നു. അങ്ങനെ ആ വോട്ട് നിർവീര്യമാവുമായിരുന്നു. 3 വോട്ടിൽ കൂടുതൽ കിട്ടിയ നോമിനേറ്റഡ് ആവും. എല്ലാവരും കൂടെ ഒരാളുടെ 2-3 പേരുടെ പേരുകൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാത്രമേ വരത്തുള്ളൂ. ഇത് ഇപ്പം എല്ലാവരും റോക്കിയുടെ പേര് പറഞ്ഞു. ശരണ്യ റോക്കി നേരിട്ട് നോമിനേറ്റഡ് ആയി. ശരണ്യ, നോറ, സിജോ, അൻസിബ, ജിൻഡോ, രതീഷ്, സുരേഷ്, ഇത്രയും പേരാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ സുരേഷ്, ഇതിനകത്ത് വീക്കായിട്ടുള്ള ആൾക്കാർ തന്നെ സുരേഷ്, നൂറ, അൻസിബ, ശരണ്യ, എനിക്ക് വീക്കായിട്ട് തോന്നിയ ആൾക്കാരുടെ പേരാ പറഞ്ഞത്. ഈ ഫസ്റ്റ് ഡേ വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഡേ നോമിനേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അടുത്ത് ക്യാപ്റ്റൻസി ടാസ്കിൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ നടന്നു. കുറച്ച് കയ്യാങ്കളിയും പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം റോക്കിയും ജാസ്മിനും തമ്മിലാണ്. അപ്പോൾ റോക്കിയുടെ സംസാര രീതിയൊന്നും ജാസ്മിൻ്റെ അടുത്ത്, പ്രത്യേകിച്ചും നീ ഇവിടെ രതീഷിനോട് പറയുന്നു നീ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞ ആ പദപ്രയോഗമൊക്കെ വളരെ കുറച്ച് മോശമായിട്ട് എനിക്കും ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ റോക്കിയും ജാസ്മിനും തമ്മിൽ നീ പോടാ
പോടാ നീ പോടി എന്നുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് സോൾവ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഗബ്രി റോക്കിയും തമ്മിൽ കുറച്ച് മൂക്കാമണ്ടയും കയ്യാങ്കളിയൊക്കെ, നീ മൂക്കാമണ്ട അടിച്ച് പൊട്ടിക്കോടാ എന്ന് പറഞ്ഞ് ഗബ്രി പതുക്കെ പിടിച്ച് തട്ടുന്നുണ്ടായിരുന്നു, നമ്മുടെ റോക്കിയും തിരിച്ച് തട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു തട്ടലും മുട്ടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗബ്രിയും റോക്കിയും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് നല്ലൊരു ഇതുണ്ട്, റോക്കി ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പാടില്ല ഈ ആഴ്ച എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാവരും ജിൻഡോയുടെ കൂടെ നിന്നത്. അത് നിങ്ങൾക്ക് ലൈവ് കാണുന്നവർക്ക് അറിയാം, എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും. ഇനി നോമിനേഷൻസ് കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് ഭയങ്കരമായ വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായി. അത് ജിൻഡോയ്ക്കാണ്. ജിൻഡോ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്ന് ചായ കുടിച്ചിട്ട് പുള്ളിക്കാരൻ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. നോമിനേഷൻ കഴിഞ്ഞത് ഈ ചായ ആരുടെയാണ്, ഈ ചായ ആരുണ്ടാക്കി, ഒരു വഴിക്ക് കൊള്ളൂല, അത് ആവശ്യമില്ലാത്തൊരു ദേഷ്യമായിരുന്നു ജിൻഡോ കാണിച്ചത്. ജിൻഡോ കുറച്ചും കൂടെ ഒന്ന് ബുദ്ധിപരമായിട്ട് നിന്ന് കളിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കാം. ഇപ്പം നോറയുടെ കാര്യം പറയാമെങ്കിൽ അവിടെ നൂറ ജാസ്മിൻ്റെ വാലാണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അത് പിറകിൽ നിന്ന് കളിക്കുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നൂറ അവിടെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. ജാസ്മിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നൂറ വളരെ കുറച്ചും കൂടെ രീതിയിൽ കുറച്ചും കൂടെ പൊങ്ങി വരേണ്ടതുണ്ട്, വർത്തമാനത്തിനും ഒക്കെ പൊങ്ങി വരേണ്ടതായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി വീട്ടിൽ 2 ഗ്രൂപ്പായിട്ട് കാണുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സിജോ പൂർണ്ണമായിട്ടും റോക്കിയെ സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം റോക്കിയെ ചില കാര്യത്തിൽ, റോക്കി ഒരു കണ്ടർടൈനറാണ്, റോക്കി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ. പക്ഷേ സിജോ കുറച്ചും കൂടെ കൂടുതൽ റോക്കിയിലേക്ക് ഒരു സ്വാധീനം ചെലുത്തുന്നതായിട്ടും റോക്കി കുറച്ചും കൂടെ സിജോയുടെ നിഴലിലേക്ക് പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. അത് പോവാതെ റോക്കിയായിട്ട് നിന്ന് ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ റോക്കിക്ക് നല്ലതാണ്. അത് സിജോ അത് കളിക്കുന്നുണ്ട്. സിജോ കുറച്ചും കൂടെ ഒരു ഓവർ പവറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ സിജോ റോക്കിയും ഒറ്റക്കെട്ടായിട്ട് കളിക്കുന്നത്. ഇവരുടെ ഓപ്പോസിറ്റ് നിന്നിട്ടാണ് നമ്മുടെ ജാസ്മിനും രതീഷ് കംപ്ലീറ്റ്ലി സിജോയുടെ ഓപ്പോസിറ്റ് നിന്നാണ് കളിക്കുന്നത്. അത് പലപ്പോഴും പറയുന്നുണ്ട്. ജാസ്മിൻ സത്യം പറഞ്ഞാൽ രതീഷിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിലും സിജോയുടെ അടുത്ത് വലിയ വെറുപ്പും ദേഷ്യവും ഒന്നും ജാസ്മിൻ കാണിക്കുന്നില്ല. ജാസ്മിനോട് ഗെയിം കളിക്കുകയാണ്. എന്നാൽ റോക്കിയോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ, അതായത് ജാസ്മിനും രതീഷിൻ്റെയും കൂടെ ഇവിടെ ജിൻഡോയും മുടിയനും ഒക്കെ ഉണ്ട്. അപ്പം ഇവരുടെ ഒരു ഗ്രൂപ്പും ഇവരുടെ ഒരു ഗ്രൂപ്പുമായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ നമുക്ക് ഇതാണ് ഇന്ന് നടന്ന മെയിൻ കാര്യങ്ങൾ, ഇന്ന് നടന്ന മെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ എപ്പിസോഡ് ഡീറ്റെയിൽസിലേക്ക് പോകാം. എപ്പിസോഡ് 2 Day 1. ജില്ലൻ 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 ജില്ലം ജില്ലം ജില്ലാന ഹേ ബിഗ് ബോസിന്റെ പാട്ടിടുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബിഗ് ബോസിന്റെ പാട്ടല്ല, ഈ പാട്ടാണ് ഇട്ടത്. അപ്പോൾ 9:55 ജാൻമണി സിഗരറ്റ് വിഷയം തുടങ്ങുകയാണ്. ജാൻമണി ഇന്നലെ തൊട്ടേ ജാൻമണിയുടെ പുറകെയാണ് നമ്മുടെ ജാൻമണിയുടെ കാര്യം പറയാമെങ്കിൽ ഇന്നലെ തൊട്ടേ ജാൻമണിയുടെ പുറകെയാണ് നമ്മുടെ രതീഷ് നടക്കുന്നത്, മറ്റേ പ്രത്യേകിച്ച് സിഗരറ്റിന്റെ കാര്യത്തിൽ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ജാൻമണി മൈക്ക് ഓഫാണ്. അപ്പോൾ രതീഷ് അയ്യോ എന്ത് ചെയ്യും, ഒന്നും കേട്ടില്ലല്ലോ പറഞ്ഞതൊന്നും കേട്ടില്ലല്ലോ. അപ്പം ജാൻമണിക്ക് ഭയങ്കര ദേഷ്യം വന്ന് പ്രൊവോക്ഡ് ആയിരിക്കുകയാണ്. എനിക്ക് കളിക്കാൻ എന്നെ ദേഷ്യപ്പെടിപ്പിക്കല്ലേ, ഓക്കെ ഇയാൾ ചൊറിയാൻ നടക്കുകയാണ്, ഇയാൾ ചൊറിയാൻ മാത്രം നടക്കുന്ന ആളാണ്. എൻ്റെ സ്വഭാവം അറിയില്ല നിനക്ക്, ഓക്കെ എൻ്റെ സ്വഭാവം അറിയില്ല കറക്റ്റായിട്ട്. ദേഷ്യം ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടാണ് എന്നെ ചൊറിയാൻ നടക്കുന്നത് എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട്. അപ്പം രതീഷ് അയ്യോ കണ്ടന്റ് ഒന്നും പോയേ. അപ്പം എടോ സ്വന്തം സ്ഥലത്ത് നിൽക്കടോ, മാറിപ്പോടോ, താൻ എങ്ങോട്ടെങ്കിലും പോടോ, എന്താണോ ഇത്, അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടെ, ഞാൻ ഇവിടെ സുഖിക്കാൻ വന്നതല്ലേ രതീഷ് പറയുന്നുണ്ട്. അപ്പോൾ സിജോ നീ പോയി സിഗരറ്റ് വലി എന്ന് ജാൻമണിയോട് പറയണം. അപ്പോൾ ജാൻമണി ഇവിടെ നിന്ന് കത്തിച്ചോണ്ട് പോവുകയാണ്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം താൻ നോക്കിക്കോടോ, ഞാൻ നോക്കിക്കോ, ഞാൻ ഇതിൻ്റെ ചെകിട്ട് നോക്കി ഞാൻ അടിച്ച് ഞാൻ പൊട്ടിക്കും, ഞാൻ നോക്കിക്കോ എന്നൊക്കെ ജാൻമണി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, കടിച്ചപ്പെട്ടത് വാക്കുകളൊക്കെ പറയുന്നത്. അപ്പോൾ അൻസിബ അയാൾ അറ്റൻഷന് വേണ്ടി ഓരോന്ന് പറയാം. അറ്റൻഷന് വേണ്ടി തന്നെയാണ് അയാളുടെ പുറകെ ഇന്നലെ തൊട്ട് ചൊറിഞ്ഞു അടക്കുകയാണ്. അയാൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഈ ചൊറിച്ചിൽ. അപ്പോൾ അവിടെ റോക്കി അവിടെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഇത്ര പാവനമായ പാലുകാച്ചൊക്കെ നടത്തിയായിരുന്നേ, ഇത്ര പാവനമായ അടുപ്പിൽ നിന്ന് കത്തിച്ചിട്ടാണ് പോയത് സിഗരറ്റ്. അപ്പോൾ രതീഷ് അപ്പോഴാണ് അറിയുന്നത്, അയ്യോ സിഗരറ്റ് കത്തിച്ചിട്ട് പോയോ, എപ്പോ ഞാൻ കണ്ടില്ലല്ലോ, നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു. എനിക്ക് ലൈറ്റർ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കത്തിച്ചു. എനിക്ക് ക്രേവിങ്സ് ഉള്ളത്, എനിക്ക് ലൈറ്റർ കിട്ടിയില്ല, എനിക്ക് തീപ്പെട്ടി വേണം, അല്ലെങ്കിൽ ലൈറ്റർ ബിഗ് ബോസ് തന്നില്ല, പാടില്ല, ഒടുക്കത്തെ ശാപം, ഒടുക്കത്തെ തെറ്റ്, പൊട്ടിത്തെറിക്കും ഞാനിപ്പോൾ, എനിക്ക് പറ്റുന്നില്ല, 18 പേരുടെ ജീവൻ വെച്ച് കളിച്ച സ്ത്രീയെ എന്നൊക്കെ പറഞ്ഞ് രതീഷ് പോകുന്നുണ്ട്. ആരാണ് തനിക്ക് എന്താ പ്രശ്നം? അപ്പോൾ ഉടനെ പറ്റില്ല, നിങ്ങൾക്കൊരു യോഗ്യതയുമില്ല, ഗ്യാസ് പൊട്ടിത്തെറിച്ച് 18 പേർക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ സമാധാനം പറയണം, മേലാൽ ഇത് ചെയ്തു പോകരുത്. രതീഷ് വിറയ്ക്കുന്നു. അപ്പോൾ ജാൻമണി ദാറ്റ് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്, ഓക്കെ എനിക്ക് പറ്റത്തില്ല, ഇയാൾ എന്തൊക്കെയാ പറയുന്നേ. അപ്പം
മോർണിംഗിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് തൊട്ട് ഇയാൾ ചൊറിയാൻ തന്നെ. അപ്പൊ രതീഷ് അവിടെ, ഞങ്ങൾക്ക് കുടുംബമുണ്ട്, നമുക്ക് ജീവിക്കണം, 18 പേരുടെ ജീവൻ എടുത്തു വെച്ച് കളിക്കുന്നു. അപ്പൊ അൻസിബ, അത് ഒറ്റത്തവണ പറഞ്ഞാൽ പോരെ ചേട്ടാ, പറയാൻ പറ്റത്തില്ല, മനസ്സിലാകുന്നത് വരെ പറയണം, ഒറ്റത്തവണ പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റത്തവണ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ജീവനാണ് പോകുന്നത്. ജീവൻ ജാൻമണി ഭായ പറയുന്നു എന്ന് ആര്? രതീഷ്. അത് കഴിഞ്ഞിട്ട് അവിടെ കുഞ്ഞിന്റെ ആക്ഷനൊക്കെ രതീഷ് കാണിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പാട്ടൊക്കെ പാടുന്നുണ്ട്. വാരിക്കച്ചക്കയുടെ ചൊളകണക്കിന് തുടുതുടുത്തൊരു കല്യാണി, ഹോയ് തുടുതുടുത്തൊരു കല്യാണി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രതീഷ് പാട്ടൊക്കെ പാടുന്നുണ്ട്. സുരേഷ് മേനോൻ അവിടെ വന്ന് അമിതാഭ് ബച്ചനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അവിടെ ശ്രീരേഖയെ ബിഗ് ബോസ് വിളിക്കുകയാണ് ചെയ്തത്. എങ്ങോട്ടേക്ക്? കൺഫെഷൻ റൂമിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് കൺഫെഷൻ റൂമിൽ വരുന്നത് കൊണ്ട് പുഷ്പവൃഷ്ടിയും നമ്മുടെ ഒരു ചെറിയ പീസ് കപ്പലണ്ടി മുട്ടായിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ടാസ്ക് പറയുന്നത്. ടാസ്കിൻ്റെ പേര് ഹീറോ എന്നാണ്. ഇതൊരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ചെളിക്കുണ്ടിൽ നിറച്ച് ബോളുകൾ നിറച്ചിരിക്കുകയാണ്. അതെ, ബോൾ നിറച്ച് വെച്ചേക്കുകയാണ്. ആ ചെളിക്കുണ്ടെന്ന് മാക്സിമം ബോൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ് വിന്നർ, ക്യാപ്റ്റൻ. പക്ഷേ 3 ലൈറ്റുകളുണ്ട്. അതിൽ ചുവപ്പ് ലൈറ്റ് ആദ്യം കത്തും, അത് കഴിഞ്ഞ് മഞ്ഞ, അത് കഴിഞ്ഞ് പച്ച, അങ്ങനെയാണ് കത്തുന്നത്. ഇനി ചുവപ്പ് ലൈറ്റ് കത്തിയാൽ ആരും ഈ ചെളിക്കുണ്ടിനകത്ത് നിൽക്കാൻ പാടില്ല, നിൽക്കുന്നവർ ഔട്ടാണ്. മഞ്ഞ ലൈറ്റ് കത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ബാസ്ക്കറ്റ്, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ബാസ്ക്കറ്റിലേക്ക് ഇടാം. പച്ച ലൈറ്റ് കത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി ബോൾ എടുക്കാം. ഇതാണ് സംഭവം. അപ്പോൾ ചുവപ്പ് ലൈറ്റാണ്, അത് ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അതിന് മുന്നേ തന്നെ സിജോയും റോക്കിയും കൂടെ അവിടെ കുറച്ച് ഗൂഢാലോചന നടത്തിയാണ് നമുക്ക് കൊച്ചിച്ച് കളിക്കാം എന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ ബസർ അടിക്കുകയാണ്. ഇതേ പച്ച ഒറ്റ ഓട്ടം, പക്ഷെ പച്ചയല്ല, ചുവപ്പ് ലൈറ്റായിരുന്നു. എല്ലാവരും ഔട്ട്. ബിഗ് ബോസ് പറഞ്ഞ് അയ്യയ്യയ്യേ. അതിൻ്റെ ഇടയിൽ കൂടെ അപ്സരയുടെ ബാസ്ക്കറ്റ് തട്ടി വീഴുന്നു. അത് കഴിഞ്ഞ് അവിടെ റോക്കിയാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ബസർ, ഫസ്റ്റ് ബസറാണ്, അത് കാണിച്ചിട്ടില്ല, ലൈവിലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ റോക്കി എടുത്ത് രതീഷ് ചോദിക്കുന്നു, നീ ആരെയൊക്കെ കൊണ്ടുപോകും, നീ തന്നെയാണ് ക്യാപ്റ്റൻ. അത് ഞാൻ സിജോയോട് ചോദിക്കും. അതെന്ത് അയ്യയ്യയ്യേ, സിജോയോട് ചോദിക്കാനാ, അവനെന്ന് നീയല്ലേ കളിച്ച് വെച്ചത്, നമ്മൾ തമ്മിലൊരു ഡീലുണ്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെന്റ്, വളരെ വളരെ മോശം, ലജ്ജാവഹം എന്ന് ബിഗ് ബോസ് പറയാണ്. കത്ത് ശരിക്കും ആരും വായിച്ചില്ലേ? ചുവപ്പ് ലൈറ്റ് കത്തുമ്പോൾ ആരും ഇതിനകത്ത് കയറാൻ പാടില്ല, നിങ്ങൾ എല്ലാവരും ഔട്ട്. പിന്നെ എൻ്റെ മനസ്സിൻ്റെ വിശാലത കൊണ്ട് ഒരു റൗണ്ടും കൂടെ നിങ്ങൾക്ക് തരാണെന്ന് പറഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജാസ്മിൻ വരെയാണ്. ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം. എന്ത്? സിജോ പറക്കിയ ബോൾ മൊത്തം കൊടുത്തത് റോക്കിക്കാണ്. ഇത് ഞാൻ കണ്ടത് നോറയോട് സിജോ പറയുന്നത് പുറത്ത് പറയല്ലേ എന്നുള്ളത്, അങ്ങനെ ഞാൻ കണ്ടതാണ്. ഇത് മോശം, വളരെ മോശം. പിന്നെ നമ്മളൊക്കെ ഇവിടെ എന്തിനാ കളിക്കുന്നത്? നമ്മളൊക്കെ ഇവിടെ ഇവിടെ പൊട്ടന്മാരാ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ രതീഷ്, ചതി വഞ്ചന, ഇത് കളിയല്ല, ഇത് വളരെ മോശം. ബിഗ് ബോസ് സീസൺ 6 ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും മോശം കളി കളിക്കുന്ന സിജോ. അപ്പൊ സിജോ പറയണം, ഞാൻ കളിച്ചു അല്ല, വളരെ തെറ്റ്. അപ്പോൾ ഉടനെ തന്നെ റോക്കി, യൂസ് യുവർ ബ്രെയിൻ, ദിസ് ഈസ് ബിഗ് ബോസ് ഗെയിം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൂട്ടയടി, ബഹളം, ചതി, വഞ്ചന. അപ്പത്തേക്കും റോക്കി, എടേ നീ മാറ്, ഇതാണ് ബിഗ് ബോസ് ഗെയിം, ഓക്കെ, നീ പോടാ. പിന്നെ അവൻ്റെ ഒരു ചതി വഞ്ചന. പിന്നെ അപ്പോൾ രതീഷ്, നമ്മൾ ഇവിടെ ഗ്രൂപ്പ് തിരിയും, ഞാൻ ഇനി കളിക്കില്ല, നമുക്കൊരു ഗ്രൂപ്പ് വേണം, ഞാൻ ഇനി കളിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജാസ്മിൻ വന്നിട്ട്, നീ പോടാ, അപ്പം നീ പോടി, നീ എന്തിനാണ് എടുത്തിട്ടത്, നീ പോടാ, നീ ഇങ്ങനെ ഇത്ര വൃത്തിയിട്ട കളിയാണ് കളിച്ചത്. ജാസ്മിനും റോക്കിയും കൂടെ അവിടെ വഴക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി, നിങ്ങൾ അവിടെ പോയി നിൽക്കുക, ആരാടാ നീ എന്നെ പിടിക്കാൻ, അല്ല നിങ്ങളോട് അവിടെ മാറിയിരിക്കാനാണ് പറഞ്ഞത്, നിന്റെ മൂക്കാവണ്ട അടിച്ച് പൊട്ടിക്കും റോക്കി. അപ്പോൾ ഗബ്രി, നിങ്ങളെന്താണ് പറയുന്നത് എടാ? അപ്പോഴത്തേക്കും രതീഷ്, ഓ എൻ്റെ സ്പേസ് പോയി, ഞാൻ ഇടയിൽ കയറട്ടെ, മാറ്, ആരും ഇടിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ ഒരു അടിപിടിയും ബഹളം നടക്കുന്നുണ്ട്. മൂക്കാൻ മണ്ടയൊക്കെ പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ്, ഹലോ ആദ്യത്തെ ദിവസം തന്നെ ഫുൾ കണ്ടന്റ് ആണല്ലോ, ഹലോ ഹൈ അതെ, എന്താണ് അവിടെ പ്രശ്നം? അപ്പോൾ രതീഷിനെയും റോക്കിനെയും കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു. ലൈവിൽ കൊടുന്ന എല്ലാ കാര്യങ്ങളും പറയണം കേട്ടോ. വിളിച്ചു, തിരിച്ചു വന്നിട്ട് ആണ് ആ ഫസ്റ്റ് റൗണ്ട് നടത്തുന്നത്. അപ്പോഴും ഫസ്റ്റ് റൗണ്ട് നടത്തും, അത് പച്ച അടിക്കുന്നു. അപ്പോൾ റോക്കി സിജോയും ഒന്നിച്ച് തന്നെ കളിക്കണം. സിജോ അവിടെ റോക്കിക്ക് വേണ്ടിയിട്ട് ബോൾ എടുത്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ബസർ അടിക്കുന്നു. അപ്പോൾ ബസറല്ല, ചുവപ്പ് ലൈറ്റ് കത്തുമ്പോൾ 3-4 പേര് ചുവപ്പ് ഇതിനകത്തുണ്ട്, ആ ചെളിക്കളത്തിനകത്തുണ്ട്. എനിക്കൊന്ന് ജാസ്മിൻ, അപ്സര, അർജുനല്ല, ജാസ്മിൻ, അപ്സരയാന്ന് തോന്നുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയണത് മാറി നിൽക്കി, ചുവപ്പ് സമയത്ത് അതിനകത്ത് നിന്ന ആൾക്കാരൊക്കെ മാറാൻ പറയുന്നുണ്ട്. അങ്ങനെ റെഡ് ലൈറ്റ് കത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മാറാൻ പറയുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഇനിയും ഉണ്ട് എന്ന് ബിഗ് ബോസ് പറയുകയാണ്. അങ്ങനെ അടുത്ത റൗണ്ട്, അടുത്ത ബെല്ലടിക്കുന്നു, ബസർ അടിക്കുന്നു, എല്ലാവരും കയറുന്നു.
ഭയങ്കരമായിട്ട് ചെളിക്കുണ്ടിൽ കിടന്ന് ബോളുകളൊക്കെ എടുക്കുന്നു, റെഡ് ലൈറ്റ് കത്തുന്നു, ആരും കാണുന്നില്ല. പക്ഷെ ശ്രീതുവും ശരണ്യയും സത്യം പറഞ്ഞാൽ റെഡ് ലൈറ്റ് കത്തിയപ്പോഴും അവിടെ മാറി നിൽക്കുക ചെയ്തത്. പിന്നെ എങ്ങനെ ബിഗ് ബോസ് ഔട്ടാക്കിയെന്ന് എനിക്കൊരു പിടിയില്ല. ബിഗ് ബോസ് പറയണം. അപ്പം ആ സമയത്ത് അത് കളക്ട് ചെയ്ത് ജിൻഡോയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത്, എന്താണ് ബോൾ കിട്ടിയത്. അപ്പോൾ ജിൻഡോ തന്നെ ജയിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോ തന്നെ ജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് നമ്മളൊക്കെ ജയിച്ചു, നമ്മളൊക്കെ കളത്തിനകത്തായിരുന്നില്ല, പുറത്താണ് നിന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരുപാട് പേര് ആ ചുവപ്പ് ലൈറ്റ് കത്തിയപ്പം ആ ചെളിക്കുണ്ടിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ശ്രീരേഖയുടെ കാലിൽ മുറിവ് പറ്റുന്നത്, മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും. അവിടെ റോക്കിയും ജാസ്മിനും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു നിന്നോട് പുച്ഛമാടാ പുച്ഛം. അപ്പോൾ അവിടെ രതീഷ് പറഞ്ഞു നിന്നോട് എടി ജാസ്മിനെ ഇവനെ പുച്ഛിക്ക പോലും ചെയ്ത് അതിന് പോലും ഇവനെ കൊണ്ട് ഒരു ഗുണമില്ല, പുച്ഛിക്കാനുള്ള ഒരു ഗുണം പോലും ഇല്ല. അപ്പോൾ റോക്കി പറയുന്നുണ്ട് എന്നാൽ നീ മടിയിലെടുത്ത് വെച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പദപ്രയോഗം ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോഴാണ് നൂറയും ജാസ്മിനും കൂടെ ഭയങ്കരമായ രീതിയിൽ എന്താണ് നിങ്ങൾ പറഞ്ഞത്, ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ് റോക്കിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ജാസ്മിനും അതുപോലെ തന്നെ നൂറയും. അപ്പോൾ നീ നിന്റെ സ്പേസിൽ കയറുന്ന കളിക്കുക, ഞാൻ എൻ്റെ സ്പേസിലാണ് കളിക്കുന്നതെന്നൊക്കെ റോക്കി പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് സിജോയുടെ അടുത്ത് രതീഷ് പറയുന്നു നീ ഔട്ടാണ്, നീ ചെളിക്കുണ്ടിലാണ് നിന്നത് ചുവപ്പ് കത്തിയപ്പോൾ. അപ്പോൾ സിജോ രതീഷിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഔട്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പുറത്താകാം എന്ന് സിജോ പറയുന്നുമുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ചെളിക്കളത്തിനകത്തല്ല, ഞാൻ വിജയിച്ചിരിക്കുകയാണ്, ഞാൻ ക്യാപ്റ്റനാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റോക്കിയെ കുറിച്ചിട്ടാണ് ഇവിടെ ജാസ്മിനും രതീഷും ഒക്കെ സംസാരിക്കുന്നത്. ഇവൻ്റെ ഗെയിം വളരെ മോശമാണ്, ഇവൻ വളരെ മോശം രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഗ്രൂപ്പ് തിരിയിൽ നടക്കുന്നുണ്ട്. അടുത്ത ഗെയിമിൽ ജിൻഡോ ആൾക്കാരെ പിടിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ബോൾ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രൂപ്പിൽ എല്ലാവരോടും നിങ്ങൾ എനിക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ ഗബ്രി ഉണ്ടല്ലോ, ഗബ്രിക്ക് റോക്കി ക്യാപ്റ്റൻ ആവുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഗബ്രി പോയിട്ട് എല്ലാവരുടെ അടുത്തും ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ജിൻഡോയുടെ ബാസ്ക്കറ്റിലേക്ക് എല്ലാവരും ബോൾ കൊണ്ടെറിയണം, നമുക്ക് ജിൻഡോനെ ക്യാപ്റ്റൻ ആക്കണം എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ റോക്കിയും സിജോയും കൂടെ ശരണ്യനെയും ശ്രീധുവിനെയൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്, നിങ്ങളെ ബോൾ നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്രൂപ്പ് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ബിഗ് ബോസിൻ്റെ ആ ട്വിസ്റ്റായിട്ടുള്ള ഒരു സംഭവം. കഴിഞ്ഞ റൗണ്ടിൽ റെഡ് ലൈറ്റ് കത്തിയപ്പോൾ എല്ലാവരും ഔട്ടാണ്. ആകെ കൂടെ 4 പേര് മാത്രമേ പുറത്ത് നിന്നിട്ടുള്ളൂ. അത് അർജുനും ശ്രീരേഖയും സിജോയും റോക്കിയുമാണ്. അങ്ങനെ സിജോയും റോക്കിയും ശ്രീരേഖയും അർജുനും ഫൈനൽ റൗണ്ടിൽ കളിക്കാൻ യോഗ്യരാകുന്നു. അവർ ഫൈനൽ റൗണ്ടിലേക്ക് പോവുകയാണ്. ഫൈനൽ റൗണ്ടിലേക്ക് പോയി അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്കും നമ്മുടെ രതീഷും ജാസ്മിനും ഒക്കെ തീർന്നു. രതീഷ് കഴിഞ്ഞ് എല്ലാ കളിയും പോയി. ഗബ്രിക്കൊക്കെ മതിയായി. കാര്യം ജിൻഡോ ക്യാപ്റ്റൻ ആവൂല, എന്തായാലും റോക്കി ക്യാപ്റ്റൻ ആവും, അത് ഉറപ്പിച്ചിരിക്കുകയാണ്. കാര്യം റോക്കിയുടെ കയ്യിൽ അത്രമാത്രം ബോൾസ് ഉണ്ട്, സിജോ റോക്കിക്ക് വേണ്ടി കളക്ട് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ കളിക്കാനും കുഴപ്പമില്ലെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. കാര്യം ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം. ഇത് ബിഗ് ബോസ് ആണ്, മറ്റേ ലെമൺ ആൻഡ് സ്പൂൺ റേസോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഒളിമ്പിക്സോ ഒന്നുമല്ല, ഇത് ബിഗ് ബോസ് ഗെയിമാണ്. ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കളിക്കാം. അങ്ങനെ രതീഷ് തകർന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ബസർ അടിക്കുമ്പോൾ ഇവിടെ സിജോ റോക്കിക്ക് വേണ്ടിയിട്ട് ചെളിക്കുണ്ടിനകത്ത് കയറി റോക്കി നീ കയറണ്ടടാ ചെളിക്കുണ്ടിൽ എന്ന് പറഞ്ഞ് ബോൾ കളക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പക്ഷേ ബിഗ് ബോസ് പറയാണ് ചെളിക്കുണ്ടിൽ കയറിയാലേ ഗെയിം ആവത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് നമ്മുടെ ബാക്കിയുള്ള വീട്ടുകാർ പറയാണ് ശ്രീരേഖ ചേച്ചി ഈ ബോൾ അർജുന് കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. ശ്രീരേഖ അപ്പോൾ ആലോചിക്കുകയാണ് എന്താ ഞാൻ ചെയ്യേണ്ടത്. അടുത്ത റൗണ്ട് വരെയാണ്, വേറൊരു റൗണ്ട്, ലാസ്റ്റ് റൗണ്ട്, ഫൈനൽ റൗണ്ട് ബിഗ് ബോസ് വെക്കുന്നു. ഓടിപ്പോയി ചെളിക്കുണ്ടിന്ന് എല്ലാവരും ബോൾസ് പറക്കുന്നു. അങ്ങനെ എല്ലാവരും അവസാനം ബസറടിക്കുന്നു. ബോളുകൾ എണ്ണയാണ്. അപ്പോൾ അർജുൻ്റെ ബോൾ ശ്രീരേഖ എണ്ണും 26 ബോളാണുള്ളത്. ശ്രീരേഖയുടെ കയ്യിലുള്ള 20 24 എത്ര സംതിങ് ബോൾ അർജുന് കൊടുത്ത് അർജുനെ ക്യാപ്റ്റൻ ആക്കുന്നു. ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണ് ശ്രീരേഖയുടെ ആ തീരുമാനം. ശ്രീരേഖയ്ക്ക് സത്യം പറഞ്ഞാലും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് മാറി. അല്ലെങ്കിൽ ശ്രീരേഖ ഒന്നും ചെയ്തതായിട്ട് തോന്നത്തില്ല. റോക്കി ക്യാപ്റ്റൻ ആവും, ശ്രീരേഖയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവത്തില്ല. കാര്യം ഇതിന് ശ്രീരേഖയ്ക്ക് ഗുണമുണ്ടായി. ശ്രീരേഖ പവർ റൂമിൽ പോയി അർജുൻ ശ്രീരേഖ എടുത്തു, അർജുൻ ക്യാപ്റ്റനായി. അപ്പോൾ ശ്രീരേഖയ്ക്ക് എന്തായാലും അതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു കാര്യം ചെയ്തതിൽ. അങ്ങനെ അർജുൻ എല്ലാവരും തുള്ളിച്ചാടി അർജുൻ. കാര്യം റോക്കി ക്യാപ്റ്റൻ ആവുന്നത് ആർക്കും അവിടെ ഇഷ്ടമല്ല. റോക്കിക്കെതിരായിട്ടാണ് എല്ലാവരും നിന്നത്. അങ്ങനെ ബിഗ് ബോസ് അർജുനെ വിളിക്കുകയാണ്. എല്ലാവരും ലീവിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. അർജുനെ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വിളിച്ചു. എന്തുണ്ട് അപ്പോൾ ഫെയർ ആയിട്ടാണ് കളിച്ചത് ബിഗ് ബോസ്. പിന്നെ ഞാൻ ക്യാപ്റ്റൻ ആകുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ബിഗ് ബോസ് ഒരു ചോദ്യം, അതെന്തേ അൺഫെയർ ആയിട്ട് കളിച്ചാലേ ക്യാപ്റ്റൻ ആവണം എന്നുണ്ടോ, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയല്ല, എനിക്ക് ഹോണസ്റ്റ് ആയിട്ട് കളിക്കണം എന്നാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ശരി എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യണം, ക്യാപ്റ്റൻ്റെ പവറൊക്കെ ഉപയോഗിക്കണം, സജീവമാകണം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരാഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീ ആണ് അർജുൻ. അതുപോലെ ജോലിക്ക് 4 ടീംസ് എടുക്കണം.
എന്ന് അർജുനോട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഒരു ടീമാണ് നിങ്ങളുടെ കൂടെ പവർ ടീമായിട്ട് നിങ്ങളെ പവർ റൂമിലേക്ക് വരുന്നതെന്നും അർജുനോട് ക്ലിയർ ആയിട്ട് പറയുന്നു. പക്ഷേ അർജുൻ അവിടെ വളരെ സീരിയസ് ആയിട്ട് അത് എടുക്കുന്നേ ഇല്ല. അർജുൻ അവിടെ ബുദ്ധിപൂർവ്വമായിട്ട് ടീം എടുക്കേണ്ടതായിരുന്നു. ആദ്യം തന്നെ അർജുൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് കുക്കിംഗ് ടീമിനാണ്. അപ്പോൾ കുക്കിംഗ് ടീമിൽ ശ്രീരേഖ യമുനയ്ക്ക് കൊടുത്തു. യമുനയ്ക്ക് കൊടുത്തപ്പോൾ യമുന ബുദ്ധിപരമായിട്ട് ശ്രീരേഖേനെ ആ കുക്കിംഗ് ടീമിൽ ഇട്ടു. കാര്യം യമുനയ്ക്ക് അറിയാം ശ്രീരേഖേനെ എന്തായാലും അർജുൻ പവർ റൂമിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത്. അതിൻ്റെ കൂടെ ഒട്ടിച്ചേർന്നു ഗബ്രി, ജാൻ, നിഷാന, ശ്രീരേഖ, ഇത്രയും പേര് കിച്ചൺ ടീമിൽ. ബാക്കി രതീഷ്, ജാസ്മിൻ, ജിൻഡോ, റസ്മിനൊക്കെ നമ്മുടെ വെസൽ ടീമിൽ. ശ്രീതു, ശരണ്യ, സിജോ, സുരേഷ്, നോറ നമ്മുടെ ഫ്ലോർ ടീം. ബാത്റൂമിൽ അൻസിബ, അപ്സര, റോക്കി, ഋഷി, ഇത്രയും പേരാണ്. അപ്പം ബിഗ് ബോസ് ചോദിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പവർ റൂമിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കാം. അപ്പോൾ അർജുൻ ഇവിടെ നിന്ന് ശ്രീരേഖയെ പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത ടീമിലെ ജിൻഡോനെ പറയാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഇതിനകത്ത് 4 ടീം നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു ടീമിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറയണം. അവിടെയാണ് അർജുൻ ഒന്നും കളിച്ചില്ല, അർജുൻ ഒന്നും പറയാനുമില്ല. ശ്രീരേഖയുടെ ടീമിനെ അർജുൻ എടുക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെ സത്യം പറഞ്ഞാൽ ബോണസ് കിട്ടുകയാണ് നമ്മുടെ യമുനയ്ക്കും ഗബ്രിക്കും നിഷാനയ്ക്കും ജാൻമണിക്കും. അങ്ങനെ അവർ ശ്രീരേഖയുടെ ടീം അർജുൻ തിരഞ്ഞെടുക്കുന്നു. അവർ പവർ റൂമിലേക്ക് പോകാൻ യോഗ്യത നേടുന്നു. ഈ പവർ റൂമിലെ ആൾക്കാരും ഈ ക്യാപ്റ്റനും കൂടെ ചേർന്നിട്ട് വേണം ബാക്കിയുള്ളവർ എവിടെ കിടക്കണം, ഏത് റൂമിൽ കിടക്കണം എന്ന് തീരുമാനിക്കാൻ. ബിഗ് ബോസ് 5 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. ഇവർ തീരുമാനിച്ചിട്ട് അവർ പുറത്ത് പോയിട്ട് അർജുൻ പറയുന്നുണ്ട് ഏറ്റവും വലിയ ടീമിന് ചെറിയ റൂം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഫ്ലോർ ടീമിന് ബ്ലൂ റൂം കൊടുക്കുന്നുണ്ട്. മറ്റേ ബാത്റൂം ടീമിന് നമ്മുടെ യെല്ലോ റൂം കൊടുക്കുന്നുണ്ട്. വെസൽ ടീമിന് ടണൽ റൂമാണ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും പവർ റൂമിലുള്ള എല്ലാവർക്കും ഓരോ ബാഡ്ജ് കൊടുക്കുന്നു. പുഷ്പം കൊണ്ട് വൃഷ്ടി നടത്തി എല്ലാവരെയും മറ്റേ ആനയിക്കുകയാണ് പവർ റൂമിലേക്ക്. ബാക്കിയുള്ള വീട്ടുകാർ ആനയിക്കണം ഇവരെ ആ റൂമിലേക്ക്. അങ്ങനെ അവരെ ആനയിക്കുന്നു. ബാക്കിയുള്ളവർക്കും സിജോയ്ക്കും മറ്റേ റോക്കിക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അവർ മാറിയിരിക്കുന്നത് പിന്നെ ആനയിക്കണം. അപ്പം ബാക്കി രതീഷൊക്കെ പാട്ട് പാടി ആനയിക്കുകയാണ്, അവർ ആ റൂമിലേക്ക് കയറ്റുന്നു. സിജോ പോയിട്ട് റോക്കി എടുത്ത് പറയുന്നുണ്ട് ഇവർ നോമിനേഷനിൽ വന്നാൽ, ഇവർ നോമിനേഷൻ ഫ്രീ ആണെങ്കിൽ, അതായത് പവർ റൂമിലുള്ള ആൾക്കാർ നോമിനേഷനിൽ ഫ്രീ ആണെങ്കിൽ ഇവർക്കൊരിക്കലും ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ വീക്കായിട്ടുള്ള ആൾക്കാരെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ആരെടുത്ത്? സിജോ നമ്മുടെ റോക്കിയുടെ അടുത്ത്. ഇനി നടക്കുന്നത് നോമിനേഷനാണ്. നോമിനേഷനിൽ ആദ്യം ബിഗ് ബോസ് പറയുന്നത് പവർ ടീമിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ നോമിനേറ്റ് ചെയ്യുന്നതാണ് റോക്കിനെ. അപ്പോൾ അവിടെ ബിഗ് ബോസ് ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞ് ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ അല്ല, പവർ ടീം അംഗങ്ങൾക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അർജുനെ അവിടെ നിന്ന് മാറ്റുന്നു. ബാക്കിയുള്ളവരാണ് പവർ ടീമിലെ അംഗങ്ങൾ മാത്രം, അതായത് കിച്ചൺ ടീം മാത്രമാണ് ഡയറക്റ്റ് റോക്കിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തർക്കും കൺഫെഷൻ റൂമിൽ വന്നിട്ട് ഇതായിട്ട് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ കൺഫെഷൻ റൂമിൽ വന്നിട്ട് 8 പേരെയാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത്. 8 പേര് നോമിനേറ്റ് ആവുന്നുണ്ട്. അത് ഞാൻ പറയാം ആരൊക്കെയാണ് 8 പേരെന്നുള്ളത്. 8 പേര് ശരണ്യക്കാണ് ഏറ്റവും കുറഞ്ഞ വോട്ട്, 3 വോട്ട്. 5 വോട്ട് നേടി നോറ, 5 വോട്ട് നേടി സിജോ, 5 വോട്ട് നേടി അൻസിബ, 6 വോട്ട് നേടി ജിൻഡോ, 6 വോട്ട് നേടി രതീഷ്, 6 വോട്ട് നേടി സുരേഷ്. ഡയറക്റ്റ് നോമിനേഷൻ റോക്കി. അങ്ങനെ 8 പേരാണ് ഈ നോമിനേഷനിൽ വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അർജുൻ ടീം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യമുന വന്നിട്ട് അർജുൻ ടീമിനെ എല്ലാവരും റെഡിയാക്കി ഇരുത്തുകയാണ്. അപ്പോൾ യമുന പറയാണ് നാളെ രാവിലെ ഒരു പ്രാവശ്യമേ ചായ ഉണ്ടാക്കുള്ളൂ, എല്ലാവർക്കും കൊണ്ടുവെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ജിൻഡോ, ആരാണ് ഈ ചായ ഉണ്ടാക്കിയത്? ജിൻഡോയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഞാനാണ് ഉണ്ടാക്കിയത് യമുന, ഒരു വായിക്കും കൊള്ളൂലായിരുന്നു ആ ചായ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനി മര്യാദയ്ക്ക് എല്ലാവരും കിച്ചൺ ടീമിൽ കയറിയ ഓരോന്നും മര്യാദയ്ക്ക് ചായയും കറിയും ഉണ്ടാക്കി തന്നോണം. അപ്പം ഗബ്രി അതിന് മര്യാദയ്ക്ക് അറിയാവുന്ന പോലെ ഉണ്ടാക്കാം. എടാ നീ എന്തിനാ പിന്നെ കിച്ചൺ ടീമിൽ കയറിയത്? ഗബ്രി അടിക്കാൻ വേണ്ടി പോലെ പോകുന്നു. ജിൻഡോയ്ക്ക് പ്രാന്തായിരിക്കുകയാണ്. എന്തോന്ന് മറ്റേ നോമിനേഷനിൽ വന്നല്ലോ. താനെന്താണോ കാണിക്കുന്നത്? നിങ്ങൾ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് വയ്യാക്കി ഇരുന്നൂടെ? പിന്നെ കിച്ചൺ ടീമിൽ കയറി എന്തിനാണ് ഞാൻ ഉണ്ടാക്കാൻ ചായ? ഒരു വായിക്ക് കൊള്ളത്തൂല ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം നിഷാനയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇത്രയും നേരം നിങ്ങൾ ചായയെക്കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ കഴിച്ചാണല്ലോ, ഇപ്പം നിങ്ങൾക്കൊന്ന് ചായയെക്കുറിച്ച് ഇത്രയ്ക്കിത്. അപ്പം സിജോ, അണ്ണാ നിങ്ങൾ നോമിനേറ്റഡ് ആയാൽ ഇത്രയ്ക്ക് കിടന്ന് ഇതാവേണ്ട ആവശ്യമില്ല. അപ്പം അർജുൻ, ചേട്ടാ കാമാവ്, അവൻ അല്ലെങ്കിൽ നിങ്ങളുടെ മേലേക്ക് ചാടും. എൻ്റെ മേലേക്ക് ചാടണം എല്ലാവരും. ജിൻഡോ, എൻ്റെ മേലേക്ക് ചാടണം, ഐ വോണ്ട് ഇറ്റ്, എൻ്റെ മേലേക്ക് ചാടണം എല്ലാവരും.
അപ്പം നിഷാന ദേ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ, എന്തോ നീ വർത്താനം പറഞ്ഞു ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പം പറഞ്ഞു ചേട്ടാ മിണ്ടാതിരിക്കും. ജിൻഡോ എൻ്റെ മേലെ കയറണം എല്ലാവരും, ഐ വോണ്ട് ഇറ്റ്. അപ്പം ജാസ്മിൻ അതെ ഇവിടെ ആർക്കും ടീമൊന്നും ആയിട്ടില്ല, കിച്ചൺ ടീം അപ്പോഴായതേ ഉള്ളൂ, അവർ ഇപ്പോൾ തൊട്ട് ഡ്യൂട്ടിക്ക് കയറുന്നതേ ഉള്ളൂ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറിയടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോ അവരിപ്പോഴാണ് കിച്ചൺ ടീമിൽ കയറിയത്. അപ്പോൾ അപ്സര വന്നിട്ട് പറയാണ് ബിഗ് ബോസ് എന്നോട് പറഞ്ഞിട്ടില്ല ആർക്കെങ്കിലും എല്ലാവർക്കും വെച്ച് നന്നായിട്ട് വെച്ച് വിളമ്പി കൊടുക്കണമെന്നൊക്കെ, നമുക്കുള്ളതുപോലെ വെച്ച് വിളമ്പാൻ പറ്റുള്ളൂ. അപ്പം നോറ എല്ലാവരും കൈയടിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജിൻഡോ ഒരു സൈഡായി. അപ്പം നോറ വന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ കുറേ പേര് നോമിനേറ്റ് ചെയ്തത് എന്നെ വാലായിട്ടാണ്, ഞാൻ ജാസ്മിൻ്റെ വാലായിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. ഞാൻ ഇവിടെ അങ്ങനെ വാലായിട്ട് നിൽക്കാനൊന്നും വന്നതല്ല. ഇവിടെ സിജോ കള്ളക്കളി കളിച്ചപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്നു കുറേ പേര് ചോദിച്ചു, എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ റോക്കി ഇവിടെ ജാസ്മിനെ പറഞ്ഞപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തു, എനിക്ക് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ, എന്നെ അതിന് വാലായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ സിജോ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ വാലാണ് പോലും, എനിക്ക് വാലാവേണ്ട ആവശ്യമില്ല. 25 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ ഇതുവരെ ഇങ്ങനെ എത്തിയത്, അറിയാമോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ ഒരു സക്സസ്ഫുൾ അല്ല, പക്ഷെ ഞാൻ സക്സസ് ആവാൻ വേണ്ടി സർവൈവ് ചെയ്യുന്ന ഒരാളാണ്, അവരെ എത്താൻ വേണ്ടി ചെയ്യുന്ന ആളാണ്. അത്രേ ഉള്ളൂ. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അതിലൊന്നും നിങ്ങൾ ആരും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വീക്കാണെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു, പക്ഷെ ഞാൻ വാലാണെന്ന് പറഞ്ഞ് ആരും നോമിനേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗബ്രി പറയുന്നുണ്ട് അയാൾ എന്തോന്ന് കാണിക്കുന്നത് മുടിയനും ഈ ജിൻഡോ എന്തോന്നൊക്കെ കാണിക്കണത്, ഫിസിക്കലാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പുറത്താക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഒക്കെ കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ കരയണ പോലെ, അപ്പോൾ ഗബ്രി നിനക്ക് വിഷമമായാ നീ കരയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജാനു ജാനു എന്ന് പറഞ്ഞ് നമ്മുടെ രതീഷ് വരുന്നുണ്ട്. രതീഷിൻ്റെ സൗണ്ടൊക്കെ പോയി കേട്ടോ ഒരു ദിവസം കൊണ്ട്, അത്ര അലറി വിളിയായിരുന്നല്ലോ. അപ്പോൾ ജാനു വരുന്നുണ്ട്, ലല്ലല്ല ചിറ്റാ ചേട്ടാ ഹായ് ചേട്ടാ ചേട്ടാ എന്താണ് ചേട്ടാ, അയ്യോ മോളെ എന്നെ വെറുതെ വിട് രതീഷ്, എൻ്റെ മോളെ എന്നെ വെറുതെ വിട്, അയ്യോ ചേട്ടാ എൻ്റെ ചേട്ടാ. അപ്പോൾ ക്യാമറ നോക്കിയിട്ട് ഓ ചേട്ടാ എൻ്റെ ഹൃദയം കാണുന്നില്ല, ഇവിടെ ക്യാമറ നോക്കി എന്തോന്ന് പറഞ്ഞത് രതീഷ്, ചേട്ടാ അയ്യോ എന്നെ വെറുതെ വിട് മോളെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ എന്നെ പേടിച്ചിട്ടാണ് 6 വോട്ട് എനിക്ക് വന്നത്, പുറത്ത് എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും, എൻ്റെ പവർ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അൻസിബ നിങ്ങളുടെ ആരോഗ്യമാണ് അവർക്ക് പേടി, എൻ്റെ ആരോഗ്യം എന്താ അവർക്ക് ഉപയോഗിക്കണോ? അയ്യോ അങ്ങനെയല്ല, നിങ്ങൾ ടാസ്കിൽ നന്നായിട്ട് കളിക്കുക അതാണ് അവർക്ക് പേടി. ആണല്ലേ, ബുദ്ധി ഉപയോഗിക്കും ബുദ്ധി എന്നൊക്കെ അൻസിബ ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ജാസ്മിനും നൂറയും ഗബ്രിയും എടി അതായത് ജാസ്മിനും നൂറയും ഗബ്രിയും അവിടെ കൂടെ സംസാരിക്കുന്നുണ്ട്. അവരുടെ പ്ലേ ആരും അറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നമുക്ക് BB+ലേക്ക് പോവാം. BB+ൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രീമിയർ നൈറ്റിൽ നടന്ന കാര്യങ്ങളെ കാണിക്കണം. ജാൻമണീനെയും നമ്മുടെ രതീഷും കൂടെ നമ്മുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോകാൻ, എന്നിട്ട് രതീഷ് ജാൻമണിയോട് പറയാണ് ഞാൻ അകത്ത് കയറി നിൽക്ക് എന്നിട്ട് ഞാൻ വിളിക്കാം, ഓക്കെ ഞാൻ അകത്ത് കയറി നിൽക്കാം, ജാനു വിളിക്കണം അകത്താരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം ജാനു അകത്താരെങ്കിലും ഉണ്ടോ? അപ്പം രതീഷ് പുറത്തേക്ക് ആരാ ഇത് എത്തി നോക്കുന്നത്, അയ്യോ. അപ്പം ജാൻമണി അയ്യോ എനിക്ക് ചിരിക്കാൻ മേല, അയ്യോ ഈ രതീഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എൻ്റെ കാളവണ്ടി കാത്തിരുന്ന തുമ്പി എന്ന് പറഞ്ഞ് നിങ്ങളാണോ കാളവണ്ടിയിൽ? അയ്യോ കാളവണ്ടി അല്ല മോളെ, കാവേരി തുമ്പിൽ. ഓ കാവേരി തുമ്പ് അല്ലേ, ഞാൻ കാളവണ്ടി എന്നാണ് കേട്ടത്. അങ്ങനെ രാവിലത്തെ കാര്യം, രാവിലെ ചായയുടെയാണ് അവിടെ ഗബ്രി പറയുന്നത് വെക്കേഷന് വന്നതുപോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പാല് കാച്ചലൊക്കെ നടത്തുന്നു, മന്ത്രം ചൊല്ലി രതീഷ് പാല് കാച്ചുന്നു. അത് കഴിഞ്ഞ ശേഷം പാല് കാച്ചാനൊന്നും ഈ പെണ്ണുങ്ങൾക്ക് അറിയില്ല, പെണ്ണുങ്ങളാണത്രേ പെണ്ണുങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാൻമണി അവിടെ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയിട്ടാണ്, ഇത് എന്തോ ആണോ ആവോ അതിനിടയിൽ കൂടെ ജാസ്മിൻ ഇവിടെ കണ്ടന്റിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ രതീഷിനെ കുറിച്ചാണെന്നൊന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിഗരറ്റ് പ്രശ്നത്തിന് ശേഷമുള്ള വിഷയമാണ് പിന്നെ കാണിക്കുന്നത്. സിജോയും രതീഷും കൂടെ ഇവിടെ വാക്തർക്കമാണ്. സിജോ പറയുന്നുണ്ട് നിങ്ങൾ ആട്ടി. അപ്പോൾ രതീഷ് പറഞ്ഞു ആട്ടിയതല്ല, ഞാൻ ഭാന്ന് അനുകരിച്ചതാണ് സിജോ, നീ വെറുതെ ഓരോ കാര്യങ്ങൾ എടുത്തിടുന്നത് സിജോ, നീ വെറുതെയാണ് ഈ വിഷയം, നീ വളച്ചൊടിക്കാൻ, വെരി ബാഡ് സിജോ. അപ്പം ലാലേട്ടൻ കാണിച്ചു തരും നിങ്ങൾക്ക് ഞാൻ എന്താണ് കാണിച്ചെന്നുള്ളത്. അനുകരണമാണോ എന്ത് കുന്തമാണോന്നൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്ന് പറഞ്ഞ് തിരിച്ചാട്ടി. അപ്പം രതീഷ് നമുക്കങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സംസാരിച്ചത്, നിങ്ങൾക്കറിയോ? ഞാൻ ജാൻമണിയോട് പറഞ്ഞിട്ടുണ്ട് സിഗരറ്റിൻ്റെ കാര്യം, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല സിജോ, നിങ്ങൾ പറഞ്ഞിട്ട് വല്ല അനുസരിച്ചോ? ഞാൻ പറഞ്ഞപ്പോഴാണ് അവൾ അനുസരിച്ചത്, ഇനി അത് ആവർത്തിക്കില്ല കേട്ടോ. നമ്മളിത് ഇങ്ങനെയാണ്, എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡേ 1 അലറാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് സിജോ പറയാണ്. ഡേ 1 ഞാൻ ഡേ 2 ഒന്നും ഞാൻ നോക്കാറില്ല, പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിക്കും,
അങ്ങനെയാണ് ഞാൻ കേട്ടോ എന്ന് രതീഷ് പറയാണ്. സിജോ എനിക്ക് പെട്ടെന്ന് എനിക്ക് പറ്റത്തില്ല, എനിക്ക് നിങ്ങളെപ്പോലെ കടന്നിട്ട് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ആവശ്യമില്ല. അപ്പോൾ രതീഷ് അതെന്താ, ഞാൻ ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അപ്പോൾ സിജോ ഞാൻ ഇഷ്ടംപോലെ ഞാനും ചെയ്യും, നിങ്ങൾക്കിപ്പോൾ എന്താണ്? എനിക്ക് അല്ല നിങ്ങളെന്തിനാ ജാൻമണിയോട് സംസാരിക്കാത്തത്? ഞാൻ സംസാരിച്ചില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഞാൻ പറയും. അപ്പോൾ രതീഷ് എനിക്ക് ഇഷ്ടമുള്ള പോലെ പറയും, പിന്നെ അല്ലാണ്ട് എടാ ശരിയുടെ ഭാഗത്ത് നിൽക്കടാ രതീഷ്, ശരിയുടെ ഭാഗത്ത് നിൽക്ക്, അതാണ് ഏറ്റവും നല്ലത്. നീ ശരിയുടെ ഭാഗത്ത് നിൽക്ക്. വെരി ബാഡ് സിജോ, നീ ഇവിടെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിജോ ഇത് ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാം എന്ന് രതീഷ് പറയുമ്പോൾ സിജോ ഞാനിവിടെ ഇത് LKG കുട്ടികളൊന്നുമല്ല, ഞാൻ LKG കുട്ടിയാണ്, എനിക്ക് വിവരമില്ല സിജോ, എനിക്ക് വിവരമില്ല കേട്ടോ. അപ്പോൾ ജിൻഡോ അല്ല സോറി നമ്മുടെ ജിൻഡോ പറയാണ്. ഇപ്പം ജാൻമണി കരച്ചിന്. അപ്പോൾ ജിൻഡോ നമുക്കൊക്കെ കുഴപ്പമില്ല ജാനു നീ പേടിക്കണം ജാനു, നമ്മൾ ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് സിഗരറ്റ് കത്തിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രതീഷും ജാസ്മിൻ രതീഷിനെ പിടിച്ചോണ്ട് പോവുകയാണേ. എൻ്റെ രതീഷേട്ടാ എന്തിനു കിടന്നിട്ട് വെറുതെ പറയുന്നത്? സിജോ എല്ലാ കാര്യവും വളച്ചൊടിക്കുക ചെയ്യുന്നത്. നിങ്ങൾ എന്തിനു വെറുതെ, വേറെ പണിയൊന്നുമില്ലേ? സിജോ വളച്ചൊടിക്കുകയാണ് ജാസ്മിനെ നീ നല്ലൊരു കളിക്കാരിയാണ്, നീ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അപ്പോൾ ജാസ്മിൻ ഞാൻ എന്തിന് ചേട്ടാ, ഫസ്റ്റ് ഡേ അല്ല, നമ്മുടെ ഒരു ദിവസം കറഞ്ഞു, ഇനി 99 ദിവസമേ ഉള്ളൂ. ഈ പ്രതികരിക്കേണ്ട സമയത്ത് നീ പ്രതികരിക്കണം കേട്ടാ, അല്ലാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, നിങ്ങളൊന്ന് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്ക് കേൾക്കണ്ട, അവൻ കളിക്കുകയാണ് സിജോ, അവൻ അങ്ങനെ തന്നെ, അവൻ എല്ലാം ട്വിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് രതീഷും ജാനുവും കൂടെ അവിടെ നിൽക്കുകയാണ്. രതീഷ് ജാനുവിൻ്റെ അടുത്ത് പറയുകയാണേ, ജാനു മോളെ, സോറി മോളെ, വേണ്ട നിങ്ങൾ സോറി പറയണ്ട, എനിക്ക് സോറി നിങ്ങൾ കേൾക്കുകയും വേണ്ട. മോളെ ഒന്ന് ചിരിക്കും മോളെ, എനിക്ക് ചിരിക്കാൻ പറ്റില്ല എനിക്ക് ചിരിക്കാൻ, അത്ര പാട്ടു നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചു, എന്നെ ടാർഗറ്റ് ചെയ്തു, എനിക്ക് കഴിയില്ല ചിരിക്കാൻ, ദേഷ്യമാണ് നിങ്ങളോട്, ദേഷ്യം ചൊറിഞ്ഞു, നിങ്ങൾ ഇന്നലെ തൊട്ട് നിങ്ങൾ ചൊറിയും, നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ എന്നെ. അയ്യോ മോളെ, എൻ്റെ കൂടപ്പിറപ്പല്ലേടാ നീ, എൻ്റെ കൂടപ്പിറപ്പ് പോലെയാടാ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയാണ്, നിനക്ക് എന്നെ തിരുത്താം, നീ കരയരുത്, നീ BB6 സ്ട്രോങ് ലേഡിയാണ്, ഞാൻ നല്ലവനല്ല മോനെ, 100% ഞാൻ നല്ലവനല്ല, ഞാൻ തെറ്റ് ചെയ്ത് നിങ്ങൾ എന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കും, നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. എൻ്റെ മുഖം കത്തില്ലേ സ്റ്റൗവിൽ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയണേ, എൻ്റെ മുഖം കത്തില്ലേ? അയ്യോ എൻ്റെ പൊന്നുമോളെ നീ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഒത്തുതീർപ്പാവുന്നു. അത് കഴിഞ്ഞിട്ട് ജാൻമണി, ഞാൻ ഈ വീട്ടിലെ തമ്പുരാട്ടിയാണ്, ഹീറോയിൻ ആണെങ്കിൽ എനിക്ക് രതീഷ് വേണ്ട ഹീറോ ആയിട്ട്, ബിക്കോസ് ഉമ്മ കൊടുക്കുകയാണെങ്കിലും വയറ് തട്ടും. രതീഷ് ഓഹോ ബോഡി ഷേപ്പ് ചെയ്യുന്നുണ്ടല്ലേ അവള്, ബോഡി ഷേപ്പ്. ഞാൻ ബോഡി ഷേം ചെയ്തൊന്നും അല്ല, ഞാൻ കാര്യം പറഞ്ഞാൽ എനിക്ക് എന്നെ അനുകരിക്കുന്ന. അപ്പോൾ രതീഷ് അനുകരിച്ചേ ജാൻമണിനെ, എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, ഇങ്ങനെയാണോ? അയ്യോ രതീഷ് ഞാൻ അനുകരിച്ചാണ് മോളെ, തന്നെ ഞാൻ അനുകരിച്ചാണ്. എൻ്റെ ആയിരുന്നാലും എനിക്ക് ഉമ്മ തരുമ്പോഴൊക്കെ വയറ് എനിക്ക് സ്ലിം ആയിരിക്കണം. എൻ്റെ പൊന്നുമോളെ, എനിക്കൊരു കുടുംബോളെയാണ്, നീ എൻ്റെ കുടുംബത്തെ തകർക്കരുത് എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട്. ഇവിടെ അൻസിബയും രതീഷും കൂടെ വഴക്ക്. അൻസിബ അടുത്ത് രതീഷ് മോശമായിട്ട് പെരുമാറുന്നത് അൻസിബ പറയാണ്. അപ്പോൾ രതീഷ് അൻസിബ നീ ഇങ്ങനെ കിടന്നിട്ട് ഇത് ചെറിയ കാര്യത്തിൽ കിടന്ന് അവിടെ പവർ ടീം അവരെ പൂക്കളെറിഞ്ഞ് നമ്മൾ സ്വീകരിച്ച് കൊണ്ടുപോകേണ്ട സമയത്ത് നീ കയറി നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറയും, അത്രേ ഉള്ളൂ, മാറി നിൽക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അൻസിബ നീ ഒന്ന് കേക്ക് അൻസിബ. അപ്പോൾ ഉടനെ നമ്മുടെ ജാനു, എടോന്ന് വിളിക്കരുത് മോശമാണ്, മോശം വാക്കാണ്. എടോ എന്നുള്ളത് മോശം വാക്കാണോ? എന്തേ പറയുന്നത് ജാനു എന്തടി പറയണത്? എടോ എന്നുള്ള മോശം വാക്കല്ല, എടോ എന്നുള്ളത് മോശം വാക്ക് തന്നെയാണ്, മോശം വാക്കാണ് എടോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ അർജുൻ, നിങ്ങൾ മിണ്ടാതിരിക്കുക, അവൾക്ക് മലയാളമൊന്നും അറിയത്തില്ല. നമ്മളിവിടെ നിങ്ങൾക്ക് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയോട് മാറി നിൽക്കാൻ പറഞ്ഞത് എന്താണ് തെറ്റ്? അൻസിബ ക്യാമറ നോക്കിയിട്ട് എനിക്ക് ഇൻസൾട്ടിങ് പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സുരേഷ് മേനോൻ പറയാണ്, നിങ്ങൾ തറയെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കണം, ഞാൻ ഫ്ലോർ ടീമാണ്, അല്ലെങ്കിൽ എനിക്ക് ശരിക്കുള്ള രൂപം കാണേണ്ടി വരും, എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം, നിങ്ങളുടെ ബെഡൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരണ്യ ഇവിടെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരേഖ അവരുടെ പവർ റൂമിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു പില്ലോ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ആരുടെ പറയല് രാവിലെ കൊണ്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നത്, എപ്പിസോഡിലും BB+ നടന്നത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം, അതുവരേക്കും ബൈ.